പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഗണിതത്തിൻ്റെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നുകൂടി ഒരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ചോദ്യ ഉത്തരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആവർത്തിച്ചു. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അതിലൊന്നാമത്തെ ചോദ്യം, സ്കൂൾ വാർഷികാഘോഷത്തിന് സംഘനൃത്തം, ഒപ്പന, തിരുവാതിര എന്നീ ഇനങ്ങളിൽ ഓരോന്നിലും 28 പേർ വീതം പങ്കെടുക്കുന്നുണ്ട്. സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 350 രൂപ വീതം, ഒപ്പന, തിരുവാതിര എന്നിവയ്ക്ക് പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 175 രൂപ വീതവും വേഷത്തിന് വാടകയായി കൊടുക്കണം. വേഷത്തിന് വാടകയായി ആകെ എത്ര രൂപ കൊടുക്കണം എന്ന ഒന്നാമത്തെ ചോദ്യത്തിന് 4 മാർക്കിൻ്റെ ഉത്തരമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഉത്തരത്തിലേക്കുള്ള വഴികളും അതിൽ കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓരോ വഴികളായിട്ട് എഴുതി വെക്കാം. ഒന്നാമത്തെ വഴിയായിട്ട് ഓരോ ഇനവും അതിൽ പങ്കെടുക്കുന്ന കുട്ടികളും ഓരോ കുട്ടിയും കൊടുക്കേണ്ട സംഖ്യയും ഗുണിച്ചതിന് ശേഷം അതിൻ്റെ ഉത്തരങ്ങളായിട്ട് എഴുതാം. സംഘനൃത്തം 28 കുട്ടികൾ 350 രൂപ കൊടുത്താൽ 28 × 350 9800 എന്ന സംഖ്യ കിട്ടും. അതുപോലെ ഒപ്പനയുടെയും തിരുവാതിരയുടെയും അതുപോലെ തന്നെ എഴുതി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ആ സംഖ്യകൾ അവിടെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, എല്ലാ സംഖ്യകളും ഇതുപോലെ കൂട്ടി അതിനുത്തരമായിട്ട് നിങ്ങൾ അതിൻ്റെ താഴെ 19600 എന്ന സംഖ്യ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ചോദ്യത്തിന് 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അതിൻ്റെ ബി ചോദ്യം ഇങ്ങനെ ആയിരുന്നു: നാടകത്തിൽ പങ്കെടുക്കുന്ന 8 കുട്ടികൾക്കും കൂടി വേഷത്തിന് 864 രൂപ ചെലവായി. ഇത് 8 പേരും തുല്യമായി വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ശ്രദ്ധിക്കുക, നാടകത്തിൽ പങ്കെടുത്ത 8 കുട്ടികൾക്കും കൂടി വേഷത്തിന് 864 രൂപ ചെലവായി. ഇതിൽ 8 പേരും തുല്യമായി വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. 8 പേരും തുല്യമായി വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ ഉത്തരവുമായിട്ട് വരേണ്ടത് എന്ത് ചെയ്യണം? നമ്മൾ 864 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ ഓക്കെ 8 പേർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാം? നമുക്ക് 864നെ 8 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. 864നെ നമ്മൾ ഹരിക്കാൻ പോവുകയാണ്. 8 കൊണ്ടാണ് ഹരിക്കുന്നത്. ഉത്തരമായിട്ട് നമുക്ക് 108 രൂപ എന്ന ഉത്തരത്തിലേക്ക് നമ്മളെത്തും. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. 108 എന്നാണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സമചതുരാകൃതിയായ ഒരു ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 30 സെൻറ്റിമീറ്റർ ആണ്. ടൈലിൻ്റെ ചുറ്റളവ് എത്രയാണ് എന്നാണ് അടുത്ത ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക. സമചതുരാകൃതിയായ ഒരു ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 30 സെൻറ്റിമീറ്റർ ആണ്. ടൈലിൻ്റെ ചുറ്റളവ് എത്രയാണ് എന്ന ചോദ്യത്തിന് നമ്മൾ എങ്ങനെ ഉത്തരം കാണും? സമചതുരാകൃതിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും ഒരേ അളവായിരിക്കും എന്നതാണ്. ഒരു വശത്തിൻ്റെ നീളം 30 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലൊരു ടൈല് വരക്കാം. നമ്മൾ റഫ് പേപ്പറിൽ ഒരു ചതുരം വരച്ചതിന് ശേഷം, സമചതുരം വരച്ചതിന് ശേഷം നിങ്ങളത് നോക്കാം. ഒരു സൈഡിന് 30 ഇട്ട് കൊടുക്കാം. 30 സെൻറ്റിമീറ്റർ ഇട്ട് കൊടുത്താൽ അടുത്ത സൈഡിലും അതേപോലെ 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. 4 വശവും ഇതുപോലെ 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എത്രയാണ് എന്നാണ് ചോദ്യം. ചുറ്റുമുള്ള അളവിനെയാണ് നമ്മൾ ചുറ്റളവ് എന്ന് പറയുന്നത്. ചുറ്റുമുള്ള അളവ് എല്ലാ 30കളും കൂട്ടി നോക്കിയാൽ 120 എന്ന ഉത്തരം കിട്ടും. അതാണ് നിങ്ങൾക്ക് ഉത്തരമായിട്ട് കിട്ടുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം 120 എന്നത്. അടുത്ത ചോദ്യം: ഒരു ടൈലിനെ ഒരേപോലുള്ള ചതുരാകൃതികളായ 2 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ നീളം എത്ര? തന്ന ആ ടൈലിനെ നമ്മൾ 2 ചതുരാകൃതികളാക്കുകയാണ്. തുല്യമായിട്ടുള്ള വലുപ്പത്തിലേക്ക്, ഒരേപോലുള്ള എന്ന് പറയുന്നുണ്ട്.
ഇതാ ഇതുപോലെ ആ ഒരു ടൈലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, 2 കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. എന്താ മൊത്തത്തിലുള്ള ഒരു സൈഡിന്റെ ഒരു വശത്തിന്റെ മുഴുവനായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആയിരുന്നു. അതിനെ നമ്മൾ 2 കഷ്ണങ്ങളാക്കി തുല്യമായിട്ട് ഒരേപോലുള്ള ചതുരാകൃതികളാക്കി. അപ്പോൾ അത് പകുതിയായി 15 15. ചോദ്യം കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന്റെ നീളം എത്ര എന്നാണ്. സമം 15 സെന്റിമീറ്റർ എന്ന് ഉത്തരം നമുക്ക് കണ്ടെത്താം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതേ ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് അടുത്ത ചോദ്യവും. 4 ടൈലുകൾ സമചതുരാകൃതിയിൽ ചേർത്ത് വെച്ചാൽ അതിന്റെ ഒരു വശം എത്രയായിരിക്കും എന്നാണ്. 4 ടൈലുകൾ 30 സെന്റിമീറ്റർ വീതം വീതിയുള്ള നീളമുള്ള 4 കട്ടകള് 4 ചതുരങ്ങള് സമചതുരാകൃതിയിൽ അടുക്കി വെച്ചാൽ അതിന്റെ ഒരു വശം എത്രയായിരിക്കും എന്ന് നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു കട്ട വെക്കാം, രണ്ടാമത്തെ ചതുരം വെക്കാം, മൂന്നാമത്തെ ചതുരം വെക്കാം, നാലാമത്തെ ചതുരം വെക്കാം. ഇങ്ങനെയാണ് സമചതുരാകൃതിയിൽ ആ ചതുരങ്ങളെ അടുക്കി വെക്കേണ്ടത്. അതിന്റെ ഒരു വശത്തിന്റെ നീളം കാണാനാണ് ചോദ്യം. ഒരു വശം എത്രയായിരിക്കും? 30 + 30 എന്ന ആൻസറിലേക്ക് നമ്മളെത്തും. അതിന്റെ ഉത്തരം 60 എന്നായിരിക്കും. 2 കട്ടകൾ അടുപ്പിച്ച് വെക്കുന്നതാണ് ഒരു വശം വരുന്നത്. അപ്പോൾ 30 + 30 എന്ന ഉത്തരത്തിൽ നിങ്ങളെത്തും. അതാണ് ആൻസർ ആയിട്ട് വരിക. ആൻസർ 60 എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആ ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. 2 ടൈലുകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണെന്നാണ്. നേരത്തെ ഒരു വശത്തിന്റെ അളവായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്, 2 ടൈലുകൾ ചേർത്ത് വെച്ചാൽ. നേരത്തെ 4 ടൈലുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 2 ടൈലുകൾ മാത്രമേ ചേർത്ത് വെച്ചിട്ടുള്ളൂ. ആ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണെന്നാണ്. നമുക്ക് ടൈലുകൾ ചേർത്ത് വെച്ച് നോക്കാം. 2 ടൈലുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ ഭാഗങ്ങളുടെയും അളവ് നിങ്ങൾക്കറിയാം. മുകൾ ഭാഗത്തിൽ 30 വരുന്നു, ഈ സൈഡിൽ 30 + 30 60 വരുന്നു, മറു സൈഡിലും 60 വരുന്നു, അടിഭാഗത്ത് ബോട്ടം സൈഡിൽ 30 വരുന്നു. ചുറ്റളവാണ് കാണാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ചുറ്റുമുള്ള അളവിനെയാണ് നമ്മൾ ചുറ്റളവ് എന്ന് പറയുന്നത്. എല്ലാ സംഖ്യകളും കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. എത്രയാണ്? 180 സെന്റിമീറ്റർ എന്നതാണ് അതിന്റെ ഉത്തരം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് മറ്റൊരു ചോദ്യമാണ്. ഇവിടെ തന്നിട്ടുള്ള ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം. 35 നൂറുകളും 250 പത്തുകളും ചേർന്ന സംഖ്യ എത്ര ആയിരങ്ങൾക്ക് തുല്യമാണ് എന്നതാണ്. ഇവിടെ നമ്മൾ ആദ്യം ഒരു ക്രിയ ചെയ്ത് അതിൽ നിന്ന് ഉത്തരം കിട്ടിയതിന് ശേഷം അതിനെ മറ്റൊരു ക്രിയയിലേക്ക് കടത്തി വേണം നമ്മൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ 35 നൂറുകൾ എത്രയാണെന്ന് കണ്ടെത്തണം. അതിനുശേഷം 250 പത്തുകൾ ചേർന്ന സംഖ്യ എത്രയാണെന്ന് കണ്ടെത്തണം. ഇത് രണ്ടും കൂട്ടി നോക്കിയ ഉത്തരത്തിൽ എത്ര ആയിരങ്ങൾ ഉണ്ട് എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറാണ് നിങ്ങൾക്ക് ആൻസറായിട്ട് ഉത്തരമായിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ നൽകേണ്ടത്. 35 നൂറുകളും 250 പത്തുകളും ചേർന്ന സംഖ്യ എത്ര ആയിരിക്കും? 35 ആദ്യം നമുക്ക് നോക്കാം. 35 × 100. 35 നൂറുകൾ എന്ന് പറയുന്നത് 35 × 100 ആണ്. 3500 എന്ന സംഖ്യ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ 250 പത്തുകൾ ചേർന്ന സംഖ്യ 250 × 10 എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നു. 2500 എന്ന സംഖ്യയാണ്. ഇത് രണ്ടും നമ്മൾ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6000 എന്ന സംഖ്യ കിട്ടും. 6000 എന്ന സംഖ്യ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. എത്ര ആയിരങ്ങൾക്ക് തുല്യമാണ് എന്നതാണ്. 6000 ഹരിക്കണം, നമ്മൾ എന്ത് ചെയ്യും? 1000 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തരമായിട്ട് നമുക്ക് 6 എന്ന സംഖ്യ ലഭിക്കും. ഈ ചോദ്യത്തിന്റെ ഉത്തരം 6 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട ചോദ്യം തന്നെയാണ്. A40 മംഗലാപുരത്ത് നിന്ന്, ഇത് സമയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. A40 മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീവണ്ടി അതേ ദിവസം 19:25 തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു. ഈ യാത്രക്ക് എടുത്ത ആകെ സമയം എത്രയാണ് എന്നാണ് ചോദ്യം.
ഉത്തരത്തിന് നിങ്ങൾ എത്തേണ്ട സമയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് കിട്ടുന്ന ഉത്തരമാണ് ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സമയത്തിലും അതുപോലെ തന്നെയാണ്. വലിയ സമയം 7:40 അതിനേക്കാൾ വലിയ സമയം 19:25 ആയതുകൊണ്ട് 19:25 നിന്നും നമ്മൾ എന്ത് ചെയ്യാം, 7:40 എന്ന സംഖ്യ കുറച്ച് നോക്കിയാൽ അതിൻ്റെ ഇടയിലുള്ള സമയം ഡിഫറൻസ് നമുക്ക് ലഭിക്കും. ഇവിടെ 25 നിന്നും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, മിനിറ്റുകൾ കുറച്ച് നോക്കണം. അതിനുശേഷമേ മണിക്കൂറുകളിലേക്ക് നിങ്ങൾ ചെല്ലാൻ പാടുള്ളൂ. 25 നിന്നും 40 കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മണിക്കൂറിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു മണിക്കൂർ നിങ്ങൾ മിനിറ്റിലേക്ക് 60 മിനിറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കടമായിട്ട് എടുക്കാം. അങ്ങനെ കടമെടുത്തത് 19 നിന്നും 1 കടമെടുത്തപ്പോൾ ഇവിടെ 18 മണിക്കൂറായി. ഇവിടെ 25ലേക്ക് 60 മിനിറ്റ് കൂടിയും ആഡ് ആവുകയാണ്. അങ്ങനെ 60ഉം 25ഉം കൂടി 85 മിനിറ്റുകളായിട്ടുണ്ട്. അവിടെ 18 മണിക്കൂറും 85 മിനിറ്റാണ് അവർ എത്തിയ സമയം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് 85 നിന്നും 40 കുറക്കുന്ന സംഖ്യ മിനിറ്റുകളും 18 മണിക്കൂറിൽ നിന്ന് 7 മണിക്കൂർ കുറക്കുന്നത് അവരെത്തിയ മണിക്കൂറും ആയിട്ട് കണക്കാക്കാം. അങ്ങനെ നോക്കുമ്പോൾ 85 നിന്നും 40 കുറച്ചത് 45 മിനിറ്റും 18 നിന്നും 7 കുറച്ച 11 മണിക്കൂറുമാണ് അവർ യാത്രക്കായിട്ട് എടുത്ത സമയം. മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അടുത്തത്. കലണ്ടറിൽ ചോദ്യം ഒന്ന് വായിക്കാം. ഇതൊരു കലണ്ടറിൽ നിന്ന് വെട്ടിയെടുത്ത കളങ്ങളാണ്. ഈ കളങ്ങളിലെയെല്ലാം സംഖ്യകളുടെ തുക എത്രയാണ് എന്നാണ് ചോദ്യം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കലണ്ടറിലെ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം. കലണ്ടറിന്റെ വെട്ടിയ ഭാഗമാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കലണ്ടറിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് തന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം മാത്രമാണ്. അതിലൊരു സംഖ്യ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ സംഖ്യകൾ ആവർത്തിക്കണം. ആ സംഖ്യകൾ എഴുതിയതിന് ശേഷമേ ആ സംഖ്യകളുടെ ആകെത്തുകയായിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലൊരു ആ കലണ്ടറിന്റെ ഒരു സൈഡ് വരച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നിങ്ങൾ കലണ്ടറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു മാസത്തിലെ ഒരു ദിവസം ഇപ്പോൾ തിങ്കളാഴ്ച എടുക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിലെ അതേ തിങ്കളാഴ്ചയിലേക്ക് വരാൻ 7 ദിവസങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഈ സംഖ്യയിൽ നിന്ന് ഈ സംഖ്യയിലേക്ക് എത്താൻ 7 ദിവസങ്ങളാണ്. ഇതിൽ നിന്നും 7 കൂട്ടിയാൽ നിങ്ങൾക്ക് ഈ സംഖ്യ കിട്ടും. അടുത്ത ആഴ്ചയിലേക്ക് പോകുമ്പോൾ 7 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ സംഖ്യ കിട്ടും. അപ്പോൾ ആ ലൈനിൽ നിങ്ങൾക്ക് കിട്ടുന്ന സംഖ്യകൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് 7 നിന്നും 7 കൂട്ടിയ സംഖ്യയായ 14 ആയിരിക്കും ഇവിടെ. അതിൽ നിന്നും 7 കൂട്ടിയ 21 ആയിരിക്കും ഇവിടെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കലണ്ടറിന്റെ ബാക്കി പത്രങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കും. ഇവിടെ 14 ആണെങ്കിൽ അതിൻ്റെ പിറകുവശത്ത് 13ഉം മുൻവശത്ത് 15ഉമായിട്ട് മാറും. അതുപോലെ തന്നെ 20ന്റെ പിറകുവശത്തുള്ള 2 ബോക്സുകൾ 20ഉം 19ഉം ആയിട്ട് മാറും. 7ന്റെ കോളം നോക്കുകയാണെങ്കിൽ 7 കഴിഞ്ഞാൽ 8, 9 എല്ലാ കോളങ്ങളും നമുക്ക് ലഭിച്ചു. ചോദ്യം ഇതായിരുന്നു, ഈ കളങ്ങളിലെല്ലാം സംഖ്യകളുടെ തുക എത്രയാണ് എന്നാണ്. എല്ലാ സംഖ്യകളും കൂട്ടി നോക്കി ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ എല്ലാ സംഖ്യകളും കൂട്ടി നോക്കിയ ഉത്തരം 126 എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ ചോദ്യം ഇതാണ്, ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും കൂട്ടിയതിൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് 10,000 എന്ന സംഖ്യ ലഭിക്കുക? 10,000 എന്ന സംഖ്യയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അത് 10,000 കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും കൂട്ടിയതിൽ നിന്ന് എത്ര കുറക്കണം എന്നാണ് ചോദ്യം. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയായിട്ടുള്ള 1000ഉം ഏറ്റവും വലിയ നാലക്ക സംഖ്യയായിട്ടുള്ള 9,999 നമ്മൾ കൂട്ടി നോക്കുകയാണ്. ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് 10,999 ആണ്. ഇതിൽ നിന്ന് എത്ര കുറച്ചാലാണ് 10,000 കിട്ടുക എന്നതാണ്. ഈ ആൻസർ നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും എത്ര കുറച്ചാലാണ് കിട്ടുക. 999 കുറച്ചാലാണ് നമുക്ക് 10,000 എന്ന സംഖ്യ കിട്ടുക. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 999 എന്ന സംഖ്യയാണ്.
ഓക്കെ, ഇത്രയായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.